മനുഷ്യ ആറാട്ടണ്ണൻ. അതെ, എല്ലാവർക്കും അറിയാലോ. സന്തോഷ് വർക്കിക്കെതിരെ ഒരു കേസ് നടൻ ബാല. അയ്യോ, ഈ കേസ് എന്തുകൊണ്ട് ഇത്ര വൈകി എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി എന്ന് പറയുന്നത് ഒരു പൊതുശല്യമാണ്, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ആറാട്ടുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു റിവ്യൂ ഒക്കെ നടത്തി, ആറാട്ട് സിനിമയിലെ സമയത്ത് നടത്തി വന്നപ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി. കാരണം ഒരു നിഷ്കളങ്കത ഉണ്ട് പുള്ളിക്ക്. പക്ഷെ ആ നിഷ്കളങ്കത എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മൾ ഈ പെർവേർട്ട് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്വഭാവം. ഇയാൾ റോഡിൽ ഇറങ്ങി മുണ്ടുകൂക്കി കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ സോഷ്യൽ മീഡിയ കിടന്ന് ഇയാൾ മുണ്ടുകൂക്കി കാണിക്കുകയാണ്. സോഷ്യൽ മീഡിയ കിടന്ന് എന്റെ പൊന്നു ചേട്ടാ, ഇയാൾ കാണിക്കുന്ന കഞ്ഞന്തിരിവുകൾ കണ്ടാൽ നിങ്ങൾ തലേ കൈവച്ച് പോകും. സീരിയസ് ആയിട്ട് ഇയാളുടെ ഞാൻ കാണാറുണ്ട് ഇയാളുടെ വീഡിയോ മാത്രമല്ല, ഇയാൾ രാത്രിയാകുമ്പോൾ ഇതിന്റെ പ്രശ്നം, ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇയാൾ വിവാഹിതനല്ലാത്ത ഒരു വ്യക്തിയാണ്, മനസ്സിലായി. അയാളുടെ സോഷ്യൽ മീഡിയയിൽ അയാൾ ഇട്ടിരിക്കുന്നത് തന്നെ ഐ ആം എ ലവിങ്, thought-provoking, creative and kind person with an intention of doing good to others എന്നാണ് ഇട്ടിരിക്കുന്നത്. പുള്ളിക്ക് സ്നേഹം കിട്ടുന്നില്ല. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സാണ് ഈ ആറാട്ടണ്ണന്റെ മനസ്സെന്ന് പറയുന്നത്. നമുക്ക് അത് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ആറാട്ടണ്ണന്റെ പുതിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ, ബാല ഇദ്ദേഹത്തിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ആറാട്ടണ്ണനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. നടികൾക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നിരന്തരം ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ബാല കൊണ്ട് പരാതി കൊടുത്തു, അങ്ങനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു, എഴുതി വെപ്പിച്ചിരിക്കുകയാണ്, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മമിത ബൈജു ഹോട്ടാണ്, ഹണി റോസിന്റെ അത് കാണാൻ കൊള്ളാം, ഇത് കാണാൻ കൊള്ളാം. അതിനു മുമ്പ് എനിക്ക് ആ യുവതിയുമായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. മാസ്റ്റർബേഷൻ ഒരു തെറ്റാണോ? മാസ്റ്റർബേഷൻ എന്ന വാക്ക് ഞാൻ എന്റെ മാന്യത കൊണ്ട് പറയുന്നത്, വേറൊരു വാക്കായി ഉപയോഗിക്കുന്നത്. അത് തെറ്റാണോ? സ്ത്രീകൾ പലതും ഡാഷാണ്, ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞ രാത്രി കാലങ്ങളിലാണ് ഈ പോസ്റ്റുകളൊക്കെ പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇയാളെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടതിന് ശേഷം ഇയാളുടെ ഒരു ഇത് ശരി വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ യുവതിയെ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഫ്രം ഫിലോസഫർ, എഞ്ചിനീയർ, ആക്ടിവിസ്റ്റ്, സിനിമ റിവ്യൂവർ, ആക്ടർ, ആങ്കർ, JRF, NDRF, MRF, MBBS എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഇടുന്നത്. കോമാളിയായി മാറുകയാണ് പുള്ളിക്കാരൻ. ബോധപൂർവമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും പോലീസ് വിളിച്ച് നല്ല പെരുക്കിയതിന് ശേഷം പുള്ളിയുടെ ഫേസ്ബുക്ക് ഞാൻ പരിശോധിച്ചു. ഇന്നലത്തെ പുള്ളിയുടെ പുള്ളിക്ക് രാത്രിയാകുമ്പോൾ ദുഃഖം, ലോൺലിനെസ് ആണല്ലോ. കാരണം കല്യാണം കഴിച്ചിട്ടില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ ലോൺലിനെസ് ആണ്. കാരണം മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോൺലിനെസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ വേദന എന്ന് പറഞ്ഞ ഒരു വേദന തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ് പുള്ളി ആനന്ദം കണ്ടെത്തിയിരുന്നു അതിൽ. അപ്പോൾ പോലീസ് വിളിച്ച്, അത് നടിമാർക്കെതിരെയാണ് ഇട്ട് ആനന്ദം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ പോലീസ് ഇന്നലെ പിടിച്ച് പരിക്കിയതിന് ശേഷം ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് നോക്കി, ഇന്നലത്തെ വിഷയം പുള്ളിയുടെ കർണാടകയിൽ മണ്ണിടിച്ചിൽ പെട്ടുപോയ മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല, 8 ദിവസമായി, ഫ്രം ആറാട്ടണ്ണൻ. അതിനു മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓർ IS ഫ്രം ആറാട്ടണ്ണൻ. അതിനു മുമ്പ് യൂണിയൻ ബഡ്ജറ്റ് 2024 കേരളത്തിന് തിരിച്ചടി, ഫ്രം ആറാട്ടണ്ണൻ. അതിനു മുമ്പ് ചായക്കടക്കാരന്റെ മോൾ CA പാസ്സായപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തു, ഫ്രം ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി. നന്നായിട്ടുണ്ട്, പുള്ളി നന്നായി. പുള്ളി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോൺലിനെസ് ആണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ ജോണേട്ടാ, നമ്മുടെ സന്തോഷം തരുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, ഹാപ്പി ഹോർമോൺ, ഡോപ്പമിൻ എന്നാണ് ഹോർമോൺ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും അഡിക്റ്റ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോൺലിനെസ് അനുഭവിക്കുമ്പോൾ എനിക്ക് അറ്റൻഷൻ കിട്ടണമെന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ്, നമ്മൾക്ക് ഒരു മനുഷ്യനായിരിക്കും, ഒരു പുരുഷനായിരുന്നാലും ഒരു സ്ത്രീ ആയിരുന്നാലും അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം. ഇമോഷൻ ബീയിങ് ആണ്, ഫിസിക്കൽ സപ്പോർട്ട് വേണം. തൻ്റെ ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാനും മാനസികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഒരാളെ ആവശ്യം തന്നെയാണ്, ഇല്ലേ? ഇപ്പൊ സ്വാഭാവികമായിട്ടും ചേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജീവിക്കുന്നത്, ഇപ്പൊ ഞാനായിരുന്നാലും ചേട്ടനായിരുന്നാലും കുഞ്ഞിലേ നമുക്കൊരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, നമ്മൾ അവരുടെ വലയത്തിലാകുന്നു, ഇല്ലേ? അച്ഛനും അമ്മയും ഒരു കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല, ആണല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം വരും. അതിനു മുമ്പേ നമ്മൾ അവരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവണം എന്നുള്ളത് കൊണ്ട് കല്യാണം, വിവാഹം എന്നുള്ള ഒരു സമ്പ്രദായം നമുക്കിടയിലുണ്ട്. അതിന് പല ആസ്പെക്റ്റുകളുണ്ട്. പല മതങ്ങൾക്കിടയിലും ജാതികൾക്കിടയിലും വിവാഹത്തിൻ്റെ കോൺസെപ്റ്റ് വേറെയാണ്. പക്ഷേ ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ, സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ, ഈ
അച്ഛനും അമ്മയും എന്ന് പറയുന്ന അവർ ഒരു സമയം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ആ സമയം നമ്മൾ വളരെ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനു മുമ്പേ, അതായത് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഇഷ്ടമാണെന്ന് അറിയാമോ എന്ന് പറയുന്നുണ്ട്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇവന്മാർക്ക് അമ്മയെക്കാട്ടിൽ ഇഷ്ടം ഭാര്യയോടാണ്. അതങ്ങനെ ബേസിക്കലി ആയി പോകുന്നതാണ്. അങ്ങനെ ആയിക്കഴിയുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മയുടെ ഡിമൈസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വലിയ രീതിയിൽ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകില്ല. ഈ ആറാട്ടെണ്ണൻ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാൾക്ക് വേറെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അയാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അയാളുടെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ നിറവേറ്റി ഒരു സൈഡിൽ കൂടെ പോയേനെ. മനസ്സിലായേ? അപ്പുറത്ത് ഭാര്യയുണ്ട്, എന്തും സംസാരിക്കാം, ഇമോഷണൽ സപ്പോർട്ടുണ്ട്. സോഷ്യൽ മീഡിയ കയറി ഇങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞ് വെർബൽ ഡയറി നടത്തേണ്ട ഒരു ആവശ്യം അയാൾക്കുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതൊരു പച്ചയായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇയാൾ ഈ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കയറി നടിമാരെയും മറ്റും എനിക്ക് അവരെ താല്പര്യമുണ്ട്, ഇവരെ താല്പര്യമുണ്ട്, എനിക്ക് അവരുമായിട്ട് നിത്യമേനോനുമായിട്ട് പ്രണയം ശല്യമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞു തുടങ്ങിയത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ലോൺലിനെസ് അനുഭവിക്കുന്ന, എനിക്ക് ഒരുപാട് പേര് അറിയാം, ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാർ രാത്രിയാകുമ്പോൾ, രാത്രി മാത്രമേ കാരണം രാത്രിയാണ് ഈ ലോൺലിനെസിന്റെ അളവ് കൂടുതൽ, അല്ലെ? രാത്രി ഇതിന്റെ വിഷമത്തിന്റെ ഭാരം നമുക്ക് കൂടി വരും. അങ്ങനെ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അതാണ് ഈ കമിതാക്കൾക്ക്, ഇത് കേട്ടോണ്ട് ഏതെങ്കിലും കമിതാക്കൾ ഇരിക്കുകയാണെങ്കിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ രാത്രി സമയത്താണ് കിടന്ന് കരയുന്നത്. കാരണം രാത്രി ആവുമ്പോൾ നമ്മൾ അത് ഹോർമോണിന്റെ കൂടെ ഒരു പ്രശ്നമാണ് കേട്ടോ. നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് ഈ രാത്രി സമയങ്ങളാണ്. രാവിലെ നമ്മൾ പല കാര്യങ്ങളും ബിസി ആയിരിക്കും, രാത്രി സമയമാകുമ്പോൾ ഇരുട്ട് വരും, ലോകം തന്നെ തിരക്കിലായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ അത് ഹോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ലോൺലിനെസ് രാത്രി വളരെ പ്രകടമാവുകയും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുകയും അത്തരത്തിൽ ബാക്കിയുള്ളവരുടെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു തെറിവിളി കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഇയാളുടെ മനസ്സിൽ വിഷമമൊന്നുമല്ല, ആനന്ദമാണ്. അത് വിഷമം എന്ന രീതിയിൽ ഇയാൾ പറയുകയാണെങ്കിലും ബേസിക്കലി അത് ആനന്ദമാണ്. എനിക്കൊരു അറ്റൻഷൻ കിട്ടി, തെറിയാണെങ്കിലും എനിക്കൊരു അറ്റൻഷൻ കിട്ടി, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മമിതാ ബൈജുവിനെ എനിക്ക് ഇഷ്ടമാണ്, കെട്ടിക്കോളാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ നീ ആരുടെ ഇത് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ ഇയാളുടെ മനസ്സിന്റെ ചിന്തകൾ പോകുന്നത് എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നുണ്ട്. ഇയാളുടെ മൈൻഡിൽ ഹോർമോൺസ്, അതായത് ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ആവും. അത് ബൈപ്പാസ് ആണ്. യഥാർത്ഥത്തിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ആ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ റിലീസ് ആവേണ്ടത് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു വിഷയത്തിന് നമുക്ക് റിസൾട്ട് കിട്ടി, നമ്മളൊരു 10 ദിവസം ഹാർഡ് വർക്ക് ചെയ്തു, റിസൾട്ട് കിട്ടി, അപ്പം നമുക്കൊരു ഹാപ്പിനെസ് വരും. അപ്പം അതാണ് യഥാർത്ഥത്തിലുള്ള വഴി. ഇതിനെ ബൈപ്പാസ് ചെയ്ത് റിലീസ് ചെയ്യിക്കുന്നതാണ് നമ്മൾ ഈ പോൺ ഇൻഡസ്ട്രി, പോൺ കാണുക. അപ്പൊ നമുക്ക് വല്ലാത്തൊരു ആനന്ദം വരും. പിന്നെ നമ്മൾ ജോലിയൊന്നും എടുക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർ അവർ ജോലിയൊന്നും എടുക്കത്തില്ല, അവരൊരു സ്ഥലത്ത് മിണ്ടാതിരിക്കും. നമ്മൾ അതിനെ ഡിപ്രഷൻ എന്ന് പറയും. മറിച്ച് അവർ ഈ ഹാപ്പി ഹോർമോൺസ് ആ പോൺ കാണുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർ എന്താണ്? ചില ആൾക്കാർ ഈ പണം ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും. എക്സസൈസ് ചെയ്യുന്ന, സൺലൈറ്റ് നല്ലപോലെ കിട്ടുന്ന, രാവിലെ 5 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ ബെഡ് വിരിച്ചിട്ട് കഴിഞ്ഞ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോ, ഞാൻ ഇന്ന് ഇത്രയെങ്കിലും ചെയ്തു, അങ്ങനെ ഹോർമോൺ റിലീസ് ആവും, ഹാപ്പി ഹോർമോൺ. അതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ വഴി, ഇതൊന്നുമല്ല. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടെത്തുന്ന വഴി ഇതാണ്. അത് പുള്ളിക്കാരൻ്റെ ലോൺലിനെസ്സിൽ ഓവർകം ചെയ്യാൻ പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ ഇടയ്ക്ക് ഞാനൊരു കിഡിലെ പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റ് കണ്ടത്, നടി മീന. ഞാൻ പറഞ്ഞു മീന എന്താ പുള്ളി പറഞ്ഞു തുടങ്ങുന്നത്? അപ്പൊ ഞാൻ പക്ഷേ എന്തായാലും കേൾക്കാം, എന്തായാലും കണ്ടുപോയില്ലേ, കേൾക്കാം. ഞാൻ പക്ഷെ ഒന്നിന് കമന്റ് ഒന്നും ചെയ്യാൻ പോലെ എനിക്കിത് മനസ്സിലാവും. ഈ പുള്ളിക്കാരന്റെ ഭാരം, ഹൃദയത്തിന്റെ ഭാരം എനിക്ക് മനസ്സിലാവും. അവൻ നടി മീന എന്താ പുള്ളി, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മീന അഭിനയിച്ച സിനിമ എന്തെങ്കിലും ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നൽകാൻ പോയിരിക്കണം വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. മീന എന്ന് പറയുന്ന നടി ഇപ്പം ഇത്ര വയസ്സായി, എനിക്കും ഇത്ര വയസ്സായി, മീനയ്ക്കൊരു മകളുണ്ട്, ഭർത്താവില്ല, അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല. എല്ലാത്തിന്റെ അവസാനം മീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കൈയില്ലാത്തവൻ കൈ കെട്ടിവെച്ച് അടിക്കുമെന്ന് പറയുന്ന പോലെ. അതുപോലെ ഇയാൾ മോഹൻലാൽ ഫാനാണെന്ന് പറയുന്നു. മോഹൻലാലിനെ കുറിച്ചുള്ള അപവാദങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഇയാളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം മോഹൻലാൽ ഇത്ര പെണ്ണുങ്ങളുടെ കൂടെ സമ്പർക്കം പുലർത്തുന്നുണ്ട്, സുചിത്ര മോഹൻലാൽ എങ്ങനെയാണ് ഇയാളെ സഹിക്കുന്നത്, അവരെ പൂട്ട് പൂജിക്കണം, ഇതൊക്കെ പറയാൻ ഇയാളാരാണ്?
വേറൊരാളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറാൻ ഇയാൾ ആരാണ്? ഒരു തെളിവും എവിഡൻസും ഇല്ലാത്തൊരു സംഭവമാണ്. എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല. അത് അവരുടെ സ്വകാര്യ ജീവിതമാണ് ഇല്ലേ? ലാലേട്ടൻ തന്നെ പല സമയത്ത് ഇപ്പൊ ജോണി ലൂക്കോസുമായിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ ജോണി ലൂക്കോസ് പ്രിയദർശനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രിയദർശനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അവരുടെ സ്വകാര്യതയാണ്, അതിലോട്ട് നിങ്ങൾ നുഴഞ്ഞു കയറണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അയാളുടെ സ്വകാര്യതയാണ്. നമ്മൾ എന്തിനാണ് അതിലോട്ട് നുഴഞ്ഞു കയറുന്നത്? ഇത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ലേ? പിന്നെ ബാലയ്ക്ക് ആറാട്ടണ്ണനുമായിട്ട് എപ്പോഴും പ്രശ്നമാണ്. ആറാട്ടണ്ണൻ അറിയാലോ, ബാലയുടെ കൂടെ നിൽക്കുമ്പോൾ ആറാട്ടണ്ണൻ പറയും ബാലയാണ് വലുത്. പോലീസ് വിളിക്കുമ്പോൾ ആറാട്ടണ്ണൻ പറയും ബാല എന്നെ പീഡിപ്പിക്കുകയാണ്. അപ്പൊ ബാലയെ പോലീസ് ഒരുമിച്ച് നിൽക്കുകയാണ്. ബാല ചോദിക്കുകയാണ് ആറാട്ടണ്ണ എന്താ പ്രശ്നം, ഞാനോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ ആറാട്ടണ്ണ ഒരു പ്രശ്നമില്ല. അപ്പൊ പോലീസ് ചോദിക്കും പ്രശ്നമല്ലേ? പ്രശ്നമുണ്ട് സാർ. അങ്ങനെ വല്ലാത്തൊരു മനുഷ്യനാണ്. ഇയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് പുള്ളിക്ക് ലോൺലിനെസ് ആണ്. പുള്ളിയുടെ വിഷയം അതാണ്. അത് നമ്മുടെ നാട്ടുകാരെന്താണ് അറിയാലോ, നമ്മുടെ നാട്ടുകാർക്ക് എന്ത് കിട്ടിയാലും മതി. ഇത്തരത്തിലുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ വിടില്ല, കടിച്ചു കീറും. അതിന്റെ പിറകെ നടന്ന് കടിച്ചു കീറും. ഇതുപോലെ തന്നെ വേറൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട്, അലൻ ജോസ് പെരേര. അതുപോലെ തന്നെ ഓരോരോ സിനിമ റിലീസ് ആകുമ്പോൾ അത് എറണാകുളത്തെ കവിതാ തിയേറ്ററോ വിനീത തിയേറ്ററോ അതൊരു മാനസികാരോഗ്യ കേന്ദ്രമായിട്ട് എടപ്പള്ളിയിൽ ഇവരെല്ലാം വരുന്നത്. അല്ലെ കേരളത്തിൽ നിന്ന് കെട്ടും കെട്ടി ഒരുത്ത് അങ്ങോട്ട് പോയിരിക്കണം. കിം 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 പോയി എന്ന് പറഞ്ഞിട്ട് അവനിവിടെ പകൽക്കുറവുള്ളവനാ. അവൻ അവിടെ നിന്ന് എറണാകുളത്ത് പോയിരിക്കുന്നു. കിം 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 പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നാലേ ഹിറ്റാവുമെന്ന് അറിയാവുന്നില്ല. അതൊരു മാനസികാരോഗ്യ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണം. ബേസിക്കലി ഇയാൾ ഒരു പാവ മനുഷ്യനാണ്. ഇയാളുടെ പ്രശ്നം ലോൺലിനെസ് ആണ്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇയാള് സോഷ്യൽ മീഡിയയിൽ പോകുന്ന പോലും അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവരെല്ലാം നല്ല പോലെ ജീവിക്കുകയാണെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇയാളെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കണം. ഇയാൾ അറിയണമല്ലോ എന്താണ് വിവാഹം കഴിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, അറിയണമല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ ലോൺലിനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. കുറച്ച് എൻഗേജ്ഡ് ആവണം. പുള്ളിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പറയുന്നത് പുള്ളി എഞ്ചിനീയർ ആണ്, ഫിലോസഫർ. അപ്പൊ എഞ്ചിനീയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് ഒരു ജോലി കിട്ടേണ്ടത്. അതെ, ജോലി കിട്ടണം. പിന്നെ ഫിലോസഫി ചെയ്തോണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് പുള്ളി. പക്ഷെ നമ്മൾ എവിടെയും കാണുന്നില്ല പുള്ളി എവിടെയാണ് പഠിക്കുന്നത്, അത് ചെയ്യുന്നതെന്നൊന്നും പുള്ളി പറയുന്നില്ല. അപ്പോൾ പുള്ളി 24 മണിക്കൂർ ആ തിയേറ്ററിന്റെ പരിസരത്തുണ്ട്. ഏതെങ്കിലും നടിമാർ വന്നാൽ അവരുടെ പിന്നാലെ. എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഇയാളുടെ പ്രധാന വരുമാന സ്രോതസ് ഏതാണ്? അതാണ് അലൻ ജോസ് പെരേര പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ ബഹ്റിനിലെ കാർപ്പൻട്രി വർക്കാണ്, അമ്മ ഇവിടെ ജോലിയുണ്ട്, അവരെ എന്നെ തീറ്റിപ്പോറ്റുന്നുണ്ട്. അപ്പോൾ അവരെ തീറ്റിപ്പോറ്റുന്ന അത്രയും കാലത്തോളം എനിക്ക് എൻ്റെ ജോലി ചെയ്ത് എൻ്റെ കൈയുടെ സ്മൂത്ത്നെസ് കളയാനോ എല്ലുകൾ ഒടിക്കാനോ ചതയ്ക്കാനോ എനിക്ക് താല്പര്യമില്ല എന്ന് വളരെ അന്തസ്സായിട്ട് പറയുന്നുണ്ട്. അതായത് പണിയെടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ വരുമാന സ്രോതസ് ഏതാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ടും അതെനിക്ക് പിടിയിട്ട് ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നിർത്താം.